എല്ലാവർക്കും ചിങ്കാൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ. അപ്പോളേ മീനൊക്കെ കൂട്ടി ഒരു ചോറുണ്ണുമ്പോൾ നല്ലൊരു സുഖാണല്ലേ, മനസ്സിനാണെങ്കിലും നാവിനാണെങ്കിലും. പക്ഷെ എന്നും ഒരേ ടൈപ്പ് വയ്ക്കുമ്പോൾ നമുക്ക് തോന്നില്ലേ ഇന്നൊന്ന് മാറ്റി പിടിച്ചാലോന്ന്. അങ്ങനെ ഞാനൊന്ന് മാറ്റി പിടിച്ചൊരു മീൻകറിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നല്ല വറുത്തരച്ചിട്ടുള്ള ചൂര മീൻകറിയാണേ. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കട്ടാ. മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവേ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടാ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതേ മീനൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ആക്കി കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഉണ്ടല്ലോ നാളികേരം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് നാളികേരമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 4 ചെറുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ദേ 2 അല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് പെരിഞ്ജീരകമാണ്. അത് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവും. ഈ ഒരു പരുവാകുമ്പോഴാണ് ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. അത് ഞാനിവിടെ ഒരു ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അത് ഇവിടെ ഒരു 1/2 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. പിന്നെ കാശ്മീരി മുളക് പൊടി 2.5 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേ ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മൾക്ക് ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ ഇതേ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഇതിനൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതേ ഒരു ചട്ടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 ചെറുള്ളി അരിഞ്ഞത്, അതുപോലെ തന്നെ 2 വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. പിന്നെ അതേ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഉണ്ടല്ലോ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ആ ഒരു ഉള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ടി വന്നാൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ആ തക്കാളി നന്നായിട്ടൊന്ന് വഴണ്ടി വരണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഉപ്പൊന്നും ഇട്ടിട്ടില്ല, ഇപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടേ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആ ജാറിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് 1 കപ്പും കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള കോൽപ്പുളി ഒന്ന് പിഴിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ, അതൊന്ന് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാട്ടോ. അതും കൂടി ഒഴിച്ചതിന് ശേഷം ഉണ്ടല്ലോ ഇനി നമുക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ അതിനുകൊണ്ട് എക്സ്ട്രാ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണേ. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ മീൻ കഷ്ണങ്ങളും ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഇതിനെ അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 10-20 മിനിറ്റ് ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. കറിയൊക്കെ നന്നായി കുറുകി ഇതേപോലെ എണ്ണ ഇങ്ങനെ മുകളിലേക്ക് ഒന്ന് പൊന്തി വരും. ആ ഒരു പരുവത്തിൽ നമുക്ക് ഇതിനൊന്ന് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. മാത്രമല്ല ഇതിലേക്ക് കുറച്ച് വറവും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂണോളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കട്ടെ. എന്നിട്ടുണ്ടല്ലോ ഇതിനെ ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ആ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതേപോലെ നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് ആ ചട്ടിയിലേക്ക് കുറച്ചും കൂടി ഒന്ന് ചേർത്തിട്ട് ഇതേപോലെ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടോ. അതും കൂടി ചെയ്ത് കഴിഞ്ഞാലേ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടാണ്. അപ്പോൾ നോക്കി ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിൾ റെസിപ്പിയാണ്. മാത്രമല്ല നമ്മളെപ്പോഴും കഴിക്കുന്ന രീതിയിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റും കൂടിയാണ് കേട്ടോ ഇതിന്. അപ്പോൾ നല്ല വറുത്തരച്ച മീൻകറിയുടെ ഒരു റെസിപ്പി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കറിയാം എപ്പോഴും ഒരേ ടൈപ്പ് കഴിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മടുക്കില്ല. അത് ഏത് കറിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഒന്ന് വ്യത്യസ്തമായ രീതിയിലൊക്കെ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.